ഈശോ മിശിഹായിൽ ഏറെ സ്നേഹം നിറഞ്ഞ പ്രിയ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, പ്രശസ്തമായ ഒരു ഇംഗ്ലീഷ് കവിത ഇപ്രകാരമാണ്: ദ ബ്രിഡ്ജ് ബിൽട്ട് ഓവർ ട്രബിൾഡ് വാട്ടേഴ്സ്. പ്രക്ഷുബ്ധമായ ജലത്തിന് കുറുകെ നിർമ്മിക്കപ്പെട്ട പാലം എന്നുള്ളത്. ഈ കവിതയുടെ തീം ഇപ്രകാരമാണ്: ഈ പാലം ആഴത്തിൽ ആഴ്ന്നിറങ്ങി ഉറപ്പിക്കപ്പെട്ട് നിൽക്കുന്നതിനാൽ പാലത്തിൻ്റെ ഇടയിലൂടെ ഒഴുകുന്ന, കുത്തി ഒലിച്ചൊഴുകുന്ന വെള്ളം ഈ പാലത്തിന് യാതൊരുവിധ തടസ്സവും സൃഷ്ടിക്കുന്നില്ല. രണ്ടാമതായിട്ട്, ഈ പാലത്തിൻ്റെ മുകളിലൂടെ സഞ്ചരിക്കുന്നവർ ആരാണ്, എപ്രകാരമുള്ളവരാണ് എന്നുള്ളതും ഈ പാലത്തെ അസ്വസ്ഥമാക്കുന്നില്ല. മറിച്ച് ഈ പാലം എന്താണോ തന്നിൽ ഫലമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്വം, അത് അക്കരെ ഇക്കരെ കടത്തുക എന്നുള്ളതാണ്. മറ്റുള്ള മനുഷ്യരെ ആവാം, വാഹനങ്ങളെ ആവാം, അത് എപ്രകാരമുള്ളവരെന്ന് നോക്കാതെ അക്കരെ ഇക്കരെ കടത്തുക എന്നുള്ള ഈ ഉത്തരവാദിത്വം അതിൻ്റെ പൂർണ്ണതയിൽ നിർവഹിച്ചുകൊണ്ട് സമൂഹം ആഗ്രഹിച്ച ഫലം ഈ പാലം ആ ദേശത്തിന് നൽകുന്നു എന്നുള്ളതാണ് അതിൻ്റെ തീം. കൈത്താകാലത്തിൻ്റെ രണ്ടാമത്തെ ആഴ്ച തിരുസഭ നമുക്ക് നൽകിയിരിക്കുന്ന വചന വിചിന്തന ഭാഗം യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ്. ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ശാഖകൾ തായ്തണ്ടിനോട് ചേർന്ന് നിൽക്കുന്നില്ലെങ്കിൽ ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്നാണ് ഈശോ ഈ വചനഭാഗത്തൂടെ ഓർമ്മിപ്പിക്കുക. എപ്രകാരമാണോ ഈ പാലം അത് ആഴ്ന്നിറങ്ങി ആഴത്തിലേക്ക് ഇറങ്ങി ബലവത്തായ മണ്ണിൽ ഉറപ്പിക്കപ്പെട്ടു നിന്നുകൊണ്ട് പ്രക്ഷുബ്ധമായ ജലത്തെയും മുകളിലൂടെ പോകുന്ന വാഹനങ്ങളെയും ഒക്കെ ശാന്തമായി അതിജീവിച്ച് നിലനിൽക്കുന്നത്, അതുപോലെ തമ്പുരാനാകുന്ന തായ്തണ്ടിനോട് എനിക്ക് നിങ്ങൾക്കുമൊക്കെ ചേർന്ന് നിൽക്കുവാനായിട്ട് സാധിക്കുമ്പോഴാണ് നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനായിട്ട് സാധിക്കുകയെന്നാണ് ഈശോ തിരുവചനത്തിലൂടെ ഓർമ്മപ്പെടുത്തുക. തായ്തണ്ടിൽ നിന്ന് ഈ മുന്തിരിയുടെ ശാഖ വേർപെട്ട് കഴിഞ്ഞാൽ അത് ഉണങ്ങിപ്പോവുകയുള്ളൂ. അതിനാൽ തന്നെ സ്വയമേവ ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് സാധിക്കുകയില്ല. മനുഷ്യരെന്ന നിലയിൽ ദൈവത്തോട് ഞാൻ ചേർന്ന് നിൽക്കുമ്പോഴാണ് എന്നിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്ന നന്മകളാകുന്ന നല്ല ഫലങ്ങൾ എനിക്ക് സമൂഹത്തിന് നൽകുവാനായിട്ട് സാധിക്കുക. ദൈവം എന്നെ ഫലമേൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ ഭംഗിയോടെ നിർവഹിച്ച് നല്ല ഫലം പുറപ്പെടുവിക്കുന്നവരായിട്ട് രൂപപ്പെടുവാനായിട്ട് എനിക്ക് സാധിക്കാം. അത് സമൂഹത്തിലായിരിക്കാം, കുടുംബങ്ങളിലായിരിക്കാം, ഇടവകയിലായിരിക്കാം, മറ്റു മേഖലകളിലായിരിക്കാം, എന്നെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ജോലിയുടെ കാര്യങ്ങളിലായിരിക്കും. അവിടെയൊക്കെ അതിനെല്ലാം അടിസ്ഥാനമായി തമ്പുരാനിലുള്ള ആഴമായ വിശ്വാസം, തമ്പുരാനിലുള്ള ആഴമായ ശരണപ്പെടൽ എനിക്ക് ഉണ്ടാകുമ്പോഴാണ് അവ പൂർണ്ണതയിൽ നിർവഹിക്കുവാനായിട്ട്. പലവിധ അസ്വസ്ഥതകളോ പ്രതിസന്ധികളോ ആകുലതകളോ കടന്നു വന്നാലും ഈ പാലം അതിനെയൊക്കെ അതിജീവിക്കുന്നത് പോലെ എനിക്കും ദൈവത്തോട് ചേർത്ത് പിടിച്ചു നിന്നുകൊണ്ട് അവയൊക്കെ മാറ്റിവെച്ച് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന മേഖലയെ തിരിച്ചറിഞ്ഞ് ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് സാധിക്കുക. അപ്പോഴാണ് വീണ്ടും തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്: മുറിയപ്പെട്ടത്, ശാഖയിൽ നിന്ന് വേർപെട്ടത് ഉണങ്ങിപ്പോകും, അത് വലിച്ചെറിയപ്പെടാനല്ലാതെ മറ്റൊന്നിനും കൊള്ളുകയില്ല. എന്നാൽ ഫലം പുറപ്പെടുവിക്കുമെന്ന് സാധ്യതയുള്ളതിനെ വീണ്ടും വെട്ടി ഒരുക്കി നല്ല ഫലത്തിനായിട്ട് ഒരുക്കുമെന്നാണ് തിരുവചനം ഓർമ്മപ്പെടുത്തുക. അതുകൊണ്ട് തമ്പുരാന് പ്രതീക്ഷ നൽകുവാനായിട്ടുള്ള ജീവിതം എന്നിൽ നിന്ന് പുറപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ്. പ്രതീക്ഷ നഷ്ടപ്പെട്ടതിനെ തമ്പുരാൻ വലിച്ചെറിയും, അത് കത്തിച്ചാമ്പലാവും എന്നാണ് ഓർമ്മപ്പെടുത്തുക. എന്നാൽ നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട് 30 മേനിയും 100 മേനിയും 60 മേനിയും ഒക്കെ ഫലം പുറപ്പെടുവിക്കുന്നതിൻ്റെ വചന ഭാഗം. അവിടെയും ഈശോ ഓർമ്മിപ്പിക്കുക, എല്ലാവരും 100 മേനി പുറപ്പെടുവിക്കണം എന്നുള്ളതല്ല, 30 മേനി ആണെങ്കിൽ പോലും തമ്പുരാൻ നമ്മെ ഉൾക്കൊള്ളാൻ തയ്യാറാണ് എന്നുള്ളതാണ്. പക്ഷേ പ്രതീക്ഷ നൽകുവാനായിട്ട്, എന്നിൽ നിന്ന് ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനായിട്ട് സാധിക്കുമെന്നുള്ള പ്രതീക്ഷ എൻ്റെ തമ്പുരാന് നൽകുവാനായിട്ട് സാധിക്കുന്ന ജീവിതമാണ് എന്നിൽ നിന്നും ഉരുത്തിരിയുന്നത്. അങ്ങനെയാണെങ്കിൽ തമ്പുരാൻ വീണ്ടും വീണ്ടും പരിശ്രമിച്ചുകൊണ്ട് വെട്ടിയൊരുക്കി കൂടുതൽ ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് ഒരുക്കുമെന്നുള്ളതാണ്. വഴിയെ പോകുന്നവരെ ഒന്നും ആര് പിടിച്ച് ശാസിക്കുകയോ തിരുത്തുകയോ ചെയ്യാറില്ല. സ്നേഹമുള്ളിടത്താണ് മാതാപിതാക്കൾ മക്കളെ തിരുത്തുകയും ശാസിക്കുകയും ചെയ്യുന്നത്. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ സവിശേഷതയാണ് ചില തിരുത്തലുകളും ചില വെട്ടി ഒരുക്കപ്പെടലുകളുമൊക്കെ. എൻ്റെ ജീവിതത്തിലും നിങ്ങളുടെ ജീവിതത്തിലുമൊക്കെ ചില സഹനങ്ങളായിരിക്കാം, ചില രോഗങ്ങളായിരിക്കാം, അസ്വസ്ഥതകളായിരിക്കാം. അവയൊക്കെ ഒരുപക്ഷെ തമ്പുരാനിൽ നിന്ന് ഞാൻ അകന്നു പോകുമ്പോൾ, ഞാൻ പ്രതീക്ഷിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നതിൽ നിന്ന് ഞാൻ അകന്നു പോകുമ്പോൾ തമ്പുരാൻ എന്നെ തിരുത്തുവാനായിട്ട് തരുന്ന ചില വെട്ടിയൊരുക്കലുകളാണെന്ന് തിരിച്ചറിയുവാനായിട്ടുള്ള ഒരു ഓർമ്മപ്പെടുത്തലും കൂടിയാണ് തിരുവചനം തരിക. അതുകൊണ്ട്
ഈ ചിന്തകളെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നല്ല ഫലം പുറപ്പെടുവിക്കുന്നവരായിരിക്കാം. ഏത് സാഹചര്യത്തിലോ ഏത് മേഖലകളിലുമാണ് ഞാൻ ജീവിക്കുന്നതെങ്കിൽ, ഒരുപക്ഷെ അസ്വസ്ഥതകളുണ്ടായിരിക്കും, കുടുംബത്തിൽ അസ്വസ്ഥതകളുണ്ടായിരിക്കും, മറ്റ് മേഖലകളിൽ അസ്വസ്ഥതകളുണ്ടായിരിക്കും. അവിടെയൊക്കെ അസ്വസ്ഥതകളെ എനിക്ക് സമാധാനത്തിൽ, ശാന്തതയിൽ അഭിമുഖീകരിക്കുവാനായിട്ട് സാധിക്കുക എൻ്റെ തമ്പുരാൻ എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള ഉറപ്പ് എനിക്ക് ലഭിക്കുമ്പോഴാണ്, തമ്പുരാൻ്റെ സാന്നിധ്യത്തിൽ അവിടത്തോട് ചേർന്ന് ഞാൻ നിൽക്കുമ്പോഴാണ്. അതുകൊണ്ട് ഈ കൈത്താകാലത്തിൻ്റെ ഈ രണ്ടാമത്തെ ആഴ്ച തമ്പുരാൻ ആഗ്രഹിക്കുന്ന ഫലം തമ്പുരാനോട് ചേർന്ന് നിന്നുകൊണ്ട് പുറപ്പെടുവിക്കുവാൻ, തമ്പുരാനോട് ചേർന്ന് നിന്നുകൊണ്ട് വിശ്വസ്തയോടെ ജീവിക്കുവാൻ, അവിടുന്ന് തരുന്ന തിരുത്തലുകളെ സന്തോഷപൂർവ്വം സ്വീകരിച്ചുകൊണ്ട് കൂടുതൽ എന്നിൽ നിന്ന് തമ്പുരാൻ ഫലം പുറപ്പെടുവിക്കുന്നത് കൊണ്ടാണ് എനിക്ക് കൂടുതൽ തിരുത്തലുകൾ നൽകുന്നത്, കൂടുതൽ സഹനങ്ങൾ നൽകുന്നതെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് സഹനത്തിൻ്റെയൊക്കെ അർത്ഥം മനസ്സിലാക്കി ജീവിക്കുവാൻ, ഇങ്ങനെ നല്ല ഫലം എൻ്റെ കുടുംബത്തിൽ, എൻ്റെ അയൽപക്കങ്ങളിൽ, എൻ്റെ സമൂഹങ്ങളിൽ, എൻ്റെ ഇടവുകളിൽ, ഞാൻ ആയിരിക്കുന്നിടങ്ങളിലൊക്കെ ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ പ്രദാനം ചെയ്യുവാനായിട്ട് നമുക്ക് ഇടവരട്ടെ. അതിനായിട്ട് തമ്പുരാൻ നമ്മെ വെട്ടി ഒരുക്കുകയും ചെയ്യട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.